പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2026 സമസ്ത പാദവാർഷിക പരീക്ഷ 2ാം ക്ലാസ് അഖീദ പരീക്ഷയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, എത്ര പാഠം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടി വരും എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ നല്ലൊരു വീഡിയോ ആണ്. മുഴുവൻ കണ്ടു കഴിയുന്നതിലൂടെ കൃത്യമായി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ മുഴുവൻ മാർക്കും നേടിയെടുക്കാം. പ്രധാന വിഷയങ്ങൾ വിവരിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒരു മോഡൽ ചോദ്യപേപ്പർ ഉത്തരസഹിതം പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം. സാധാരണ വരുന്നത് പോലെ തന്നെ 6 ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇടതുഭാഗത്ത് കള്ളിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിൽ നിന്ന് കള്ളിയിൽ നിന്ന് യോജിച്ച ചോദ്യങ്ങൾക്ക് യോജിച്ച ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കാനാണ്. കുട്ടികളോട് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ചോദ്യം നല്ലോണം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം ഉറപ്പായാൽ മാത്രമേ എഴുതാവൂ. സംശയത്തിൽ എഴുതിപ്പോയാൽ തെറ്റിപ്പോവും. നമ്മൾ പ്രതീക്ഷിക്കുന്ന 50 മാർക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് കൃത്യമായി കുട്ടികളോട് ആലോചിച്ച് മാത്രമേ എഴുതാവൂ എന്ന് പറയണം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് ഭൂമി പടച്ചത് വളരെ എളുപ്പമാണ്, അള്ളാഹുവാണ്. രണ്ടാമത്തത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എല്ലാവർക്കും അറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ കുട്ടികളെല്ലാവരും പറയും അബ്ദുള്ള. പറഞ്ഞാൽ മാത്രം പോരാ, പലപ്പോഴും ഞാൻ പറയുന്നതാണ്. കുട്ടികൾ ഇതൊക്കെ എഴുതുന്നുണ്ടോ എന്ന് രക്ഷിതാക്കളൊന്ന് പരിശോധിക്കുക. നമ്മൾ അവരോട് ഉത്തരം എഴുതാൻ വേണ്ടി പറയുക, കൃത്യമാണോ എന്ന് നമ്മൾ നോക്കി പരിശോധിക്കുക. കുട്ടികൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ ഒന്ന് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ശരിയാക്കിയെടുക്കേണ്ടത്. നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40ാം വയസ്സിൽ നുബൂവത്ത് ലഭിച്ചു. നുബൂവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാവാനുള്ള അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള അറിയിപ്പ് ലഭിച്ചത് എപ്പോഴാണ്? 40ാം വയസ്സിലാണ്. അതോടുകൂടെ നബിയെ ഒരു പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതുവരെ നബി എന്തായിരുന്നു? സാധാ നമ്മളെപ്പോലെയുള്ള മനുഷ്യനായിരുന്നു. അതിനുശേഷവും നമ്മളെപ്പോലത്തെ മനുഷ്യനാണെങ്കിലും നബിക്ക് എന്തുകൂടെയുണ്ട്? പ്രവാചകത്വം എന്നുള്ള പദവി കൂടെ ഉണ്ട്. അപ്പോൾ നബി സാധാരണ മനുഷ്യനാവില്ല. അഞ്ചാമത്തത് മണ്ണിനാൽ പടക്കപ്പെട്ടു. ആരെയാണ് മണ്ണിനാൽ പടക്കപ്പെട്ടത്? മനുഷ്യർ എന്നാണ് അതിനോട് യോജിച്ച് വരുന്നത്. ഇനി ആറാമത്തത് കാണപ്പെടാത്ത സൃഷ്ടികൾ. നമുക്കവരെ കാണാൻ കഴിയില്ല. അങ്ങനത്തെ സൃഷ്ടികളെക്കുറിച്ച് നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ആരാണവർ? അവർ മലക്കുകളാണ്. മലക്കുകളെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ മലക്കുകൾക്ക് നമ്മളെ കാണാൻ കഴിയും, നമ്മുടെ ശരീരത്തിൽ കയറാൻ കഴിയും, ഒക്കെ കഴിയും. കാരണം നമ്മളെക്കാളും വളരെ നൈർമല്യമുള്ള ശരീരപ്രകൃതിയാണ് മലക്കുകളുടേത്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ കുട്ടികൾ കൃത്യമായി ആൻസർ ചെയ്യണമെങ്കിൽ രക്ഷിതാക്കൾ പാഠം ഒരു 2-3 തവണ ഓരോ പാഠവും കുട്ടികൾക്ക് വായിപ്പിച്ച് കേൾപ്പിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് വായിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് വേഗം ഉത്തരം എഴുതാൻ കഴിയും. ഇനി പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യവും കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്? പാഠം വായിക്കുക എന്നതാണ്. ഒന്നാമത്തത് അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. എഴുതുന്നത് ശ്രദ്ധിക്കുക, ആരാധിക്കാവൂ എഴുതുന്നത് നോക്കി വെച്ചോളൂ. 2 നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു. കുട്ടികൾ അള്ളാഹ് എന്നുള്ളതൊക്കെ ശരിക്ക് എഴുതുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അള്ളാഹുവിൻ്റെ പേര് പോലും ശരിക്കും എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് പ്രയാസമാണ്, ശ്രദ്ധിക്കുക. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എവിടെയാണ്? മക്കയിലാണ്. ജനിച്ചതാണ്, മരിച്ചതല്ല. കുട്ടികളോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം. നാലാമത്തത് പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ആര്? പ്രകാശം കൊണ്ടാണ് അവരെ സൃഷ്ടിച്ചത്. നേരത്തെ നമ്മൾ പറഞ്ഞു മനുഷ്യരെ മണ്ണുകൊണ്ടാണ്. എന്നാൽ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച ഒരു വിഭാഗം ഏതാണത്? അത് മലക്കുകളാണ്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഉത്തരം എഴുതാം എന്നതാണ്. അതിലൊന്നാമത്തത് എന്നെന്നും ഉള്ളവനാണ് അവൻ എന്നെന്നും ഉള്ളവനാണ്, ഒരു ദിവസവും ഇല്ലാതിരിക്കില്ല, എന്നും ഉള്ളവനാണ്. ആരാണവൻ? അങ്ങനത്തെ ഒരാളേ ഉള്ളൂ, അത് അള്ളാഹു. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഹിജറ പോയത് എങ്ങോട്ട്? ജനിച്ചതല്ല, ഹിജറ പോയത് മദീനയിലേക്ക്. ഇനി മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രാം വയസ്സിലാണ് വഫാത്തായത്? അഥവാ നബി മരണപ്പെട്ടത് എത്രാം വയസ്സിലാണ്? 63. എഴുതുന്നത് ശ്രദ്ധിക്കണേ. 63 വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്, മരണപ്പെട്ടത്. ഇനി നാലാമത്തത് 2 വീതം എഴുതാം എന്ന ചോദ്യമാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം പ്രധാനികളായ മലക്കുകളാണ് കേട്ടോ. മലക്കുകൾ 4 അല്ലേ നമ്മളെ പുസ്തകത്തിൽ പഠിച്ചത്? അത് 4 അവിടെ എഴുതി കൊടുത്തിട്ട് നിങ്ങൾ പേരുകൾ മനസ്സിലാക്കി വെക്കണേ. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം. 2 അലൈഹിസ്സലാം എന്ന് എഴുതാത്തത് അവിടെ സ്ഥലം കുറഞ്ഞത് കൊണ്ടാണ്. നിങ്ങളത് എഴുതി കൊടുക്കണം. അപ്പോൾ ഈ പേരുകൾ ഉറപ്പായും നമ്മളോട് ചോദിക്കാം. അതുകൊണ്ട് 4 പേരും എഴുതുന്ന രൂപം പുസ്തകം നോക്കി നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത്തത്, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഒന്ന് പറഞ്ഞ്. അള്ളാഹു നമുക്ക് പിടിക്കാൻ കൈ തന്നു, അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു. പുസ്തകത്തിൽ വേറെയുണ്ട്, അതും പഠിച്ചു വെക്കുക. ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്നൊക്കെ യോജിപ്പിക്കാനോ പൂരിപ്പിക്കാനോ ഒക്കെ വന്നാൽ നമുക്ക് നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ പുസ്തകത്തിലെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക. ഇനി അള്ളാഹു പടച്ച വസ്തുക്കൾ നമ്മുടെ പുസ്തകത്തിൽ കുറേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൽ പൂക്കളുണ്ട്, മലകളുണ്ട്, ആകാശമുണ്ട്, ഭൂമിയുണ്ട്. ഇതൊക്കെ അള്ളാഹു പടച്ച വസ്തുക്കളാണ്. അല്ലാത്തത് നമുക്ക് വേറെയും കുറേ അറിയാം അല്ലേ. അപ്പോൾ അള്ളാഹു പടച്ച വസ്തുക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതുക. എഴുതുന്നത് അക്ഷരപ്പിഴവില്ലാതെ എഴുതുക. ഇനി അഞ്ചാമത്തതാണ് പൂരിപ്പിക്കാം എന്ന ചോദ്യമാണ്. ഇത് ചോദിക്കുമെന്ന് ഉറപ്പില്ല, ചിലപ്പോൾ ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അല്ലാ അല്ലാ അല്ലാഹു, അല്ലാ അല്ലാ അല്ലാഹു, ഫാത്തിറുൽ അർളി അല്ലാഹു, ഖാലിഖുൽ ജവ്വി അല്ലാഹു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയൊക്കെ ഉസ്താദുമാർ പാടി ചിലപ്പോൾ നിങ്ങൾക്ക് മനപ്പാടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. എന്തായാലും എഴുതുന്നത് കൂടെ ശ്രദ്ധിക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പൂരിപ്പിക്കാനോ മറ്റോ വന്നു കഴിഞ്ഞാൽ എഴുതി കൊടുക്കുക. ഇനി നമുക്ക് ആറാമത്തതാണ്, നല്ല എളുപ്പമുള്ളൊരു ചോദ്യം വായിക്കാം. വേർതിരിക്കാം എന്നാണ്. അതിൽ 2 കള്ളി നിങ്ങൾ കാണുന്നില്ല താഴെ. കാണുന്നവ എന്നതിനൊരു കള്ളിയും കാണാത്തവ എന്നുള്ളതിന് മറ്റൊരു കള്ളിയും. അപ്പോൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തതിൽ നിന്ന് കാണുന്നവയ്ക്ക് ആ 3 കള്ളിയിലും കാണാത്തവ അതിൻ്റെ താഴെ എഴുതി കൊടുക്കണം. കാണുന്നവ മദ്രസ, അപ്പോൾ നിങ്ങൾക്കൊക്കെ മദ്രസ ഉണ്ട്, നിങ്ങൾ കാണുന്നതാണ്. പിന്നെ നമ്മൾ മനുഷ്യനെ കാണുന്നതാണ്. പേന നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന വസ്തുക്കളിൽ വരുന്നതാണ്. ഇനി കാണാത്ത വസ്തുക്കൾ എന്തൊക്കെയാണ്? ജിന്ന്, അതുപോലെ തന്നെ മലക്ക്. ജിന്നിനെ നമ്മൾ കാണുമോ? ഇല്ല, ജിന്നിനെ നമ്മൾ കാണില്ല. ജിന്നുകൾക്ക് നമ്മളെ കാണാൻ കഴിയും. കാരണം നമ്മളെക്കാളും വളരെ നേർത്ത ശരീരപ്രകൃതിയുള്ളവരാണ് ജിന്ന്, അഥവാ തടി തീരെ കനം കുറഞ്ഞവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്, അവർക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മലക്കിനെ നമുക്ക് കാണാൻ കഴിയില്ല, അതിന് പാകപ്പെടുത്തിയ കണ്ണല്ല നമ്മുടേത്. അപ്പം മലക്കുകളും കാണാത്തതാണ്. പിന്നെ പിശാജ്, ഷെയ്ത്താൻ എന്നൊക്കെ പറയില്ലേ, ഷെയ്ത്താന് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഷെയ്ത്താനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഷെയ്ത്താൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അവസരം കൊടുക്കരുത്. പിശാജിനെ നമ്മളെ അടുപ്പിക്കുക ചെയ്യരുത്. പിശാജ് വന്നാൽ നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് പിശാജിനോട് ശത്രുത പുലർത്തുന്നവരായിരിക്കണം നമ്മൾ. അപ്പോൾ ജിന്നിനെ നമ്മൾ കാണൂല, മലക്കിനെ കാണൂല, പിശാചിനെ കാണൂല. അപ്പോൾ ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. പിന്നെ നമ്മുടെ കണ്ണുകൊണ്ട് ഇവരെ കാണാൻ കഴിയില്ല എന്ന് മാത്രം. ഇനി അടുത്തത് 7ാമത്തത് അർത്ഥം എഴുതാം എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. അതുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ലാ ഇലാഹ ഇല്ലല്ലാ എഴുതുന്നതും പഠിക്കണം. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇതാണ് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചത്. അത് തന്നെ എഴുതി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അഖീദയിലെ പരീക്ഷയ്ക്ക് ഭാഗങ്ങളായിട്ടുള്ള 4 പാഠങ്ങളും നന്നായി പഠിക്കുക. ഉറപ്പായും നമുക്ക് മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.
ഇതുപോലത്തെ വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ താങ്ക്സോ ആമീനോ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകട്ടെ. ഇരുലോകത്തും ഉപകരിക്കുന്ന നല്ല കൺകുളിർമയുള്ള മക്കളായി അള്ളാഹു അവരെ മാറ്റട്ടെ. ആമീൻ. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.